എന്റെ പൊന്നു വിമലെ, നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞടാ. എടാ ഞാൻ പറഞ്ഞ ഐഡിയ ഇല്ല, അത് അങ്ങനെ അങ്ങ് ചെയ്താൽ പോരെ. നീ അതിന്റെ ഇടയിൽ കയറിയോ? എന്റെ സ്വഭാവം വളരെ മോശമായിട്ട് നിൽക്കുകയാണ്. നീ ഞാൻ പറഞ്ഞോളൂ ചെയ്യാൻ നോക്ക്. വെച്ചിട്ട് പോടാ, ചെയ്യണേ. എന്തൊരു സ്വഭാവം ഇത്. എല്ലാവരും ഇവിടെ വഴക്കോടിയായിട്ടിരിക്കുക. എനിക്കിവിടെ നിൽക്കാനേ തോന്നില്ല. നിൽക്കാൻ തോന്നില്ലെങ്കിൽ അറിയപ്പോടി. കേശു, അമ്മായി. അമ്മായി ആകെ സീനാണല്ലോടാ. ഭയങ്കര സീൻ തന്നെ. കറക്റ്റ് സമയത്ത് തന്നെ കേട്ടോ എസ്കേപ്പ് ആയത്. എങ്ങനെയുണ്ട് ഇപ്പം? ഇപ്പം വലിയ കുഴപ്പമില്ല, എല്ലാം മാറി വരുന്നുണ്ട്. അല്ല, മാമനെ ലച്ചേച്ചി വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ? പറഞ്ഞു. ചേച്ചി വന്നില്ലേ? വന്ന് നമ്മുടെ മാമനും ലച്ചേച്ചിയും കൂടെ വണ്ടി വിളിച്ച് ഇവിടുന്ന് പടവലം വരെ പോയി അമ്മയെ പറക്കി എടുത്തോണ്ട് വന്ന്. ലച്ച എവിടെ വന്നിട്ട്? ലച്ചേച്ചി, അമ്മോ, ലച്ചേച്ചി വന്നാ കണ്ടിട്ട് ആകെ കലുഷിതമാണല്ലോ ലച്ചു രംഗം. പിന്നെ അനുഭവിച്ച് മടുത്ത്. ഇവിടെ നല്ല പോക്കാ പോയത്. 2 ദിവസം ഒന്നോടെ എത്ര ദിവസമായതിപ്പോ? എന്തു പറയാൻ ചേച്ചി, അമ്മായി വിടണ്ടേ. 3 വർഷത്തിൽ കൂടുതലായി അമ്മായി കണ്ടിട്ട്. പിന്നെ ഒരു വിധത്തിലാണ് അവിടെ നിന്ന് ചാടിങ് വന്നത്. ഇപ്പൊ എനിക്ക് വാങ്ങിച്ച സാധനങ്ങൾ രഹസ്യമായിട്ട് എടുത്താൽ മതി. ആരെന്തോന്ന് വാങ്ങിച്ചത് നിനക്ക്? അമ്മായി കളിക്കല്ലേ. അയ്യോ, അവക്കറിയോ അവക്ക് എന്തെങ്കിലും ആകുമെന്ന്. അല്ല ചേട്ടാ എവിടെ? വല്ല കിടിലങ്ങളുടെ കൂടെയോ പാറമടയിലോ ഒക്കെ കാണും, അല്ലെങ്കിൽ ബാറിൽ കാണും. അവിടെയാണ് ഇപ്പോൾ കൂടുതൽ താമസം. എനിക്ക് മടുത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയതാ. അവിടെ നിൽക്കാൻ എവിടെയെങ്കിലും പോയി മനസ്സമ്മാനത്തിന് ജീവിക്കാന്ന് വെച്ചാൽ അതിനും സമ്മതിക്കില്ലല്ലോ. അങ്ങോട്ടും കെട്ടിയെടുത്ത് എല്ലാം കൂടി പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ചേച്ചി അങ്ങനെ വിട്ടാൽ പറ്റൂല ചേച്ചി. എനിക്ക് പറ്റില്ല. എനിക്കിനി അയാളെ നിയന്ത്രിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങേരായി അങ്ങേരെ പാടായി. എനിക്ക് ജീവിക്കണം. ആദ്യമേ ഞാൻ സോറി പറയാം. ഞാൻ കൊറേ ട്രൈ ചെയ്ത് അമ്മായി വിടണ്ടേ, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഇനിയിപ്പോൾ സംസാരിച്ചുകൊണ്ട് അത് പോയി ഫ്രഷ് ആവാൻ നോക്ക്. വേഗം ഞാൻ തുറക്കാം. അയ്യോ സഹായിക്കണ്ട. ചമ്മിപ്പോയി. അയ്യോ, സത്യത്തിൽ ചേട്ടന്റെ പ്രശ്നം എന്തോന്നാണ്? അയ്യോ, അത് പറയാണെങ്കിൽ കുറെ ഉണ്ട് അമ്മായി. എന്തായാലും അച്ഛൻ കുറെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞ് ഇനി അച്ഛനെ പിടിച്ചെട്ടി കൊണ്ടുവരാനേ നല്ല കഷ്ടപ്പാടാ. ചേച്ചി നമുക്കൊരു കൈ നോക്കിയാലോ? നമുക്കില്ല, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, എന്നെ വിട്ടേക്ക്. അങ്ങനെ പറഞ്ഞ എങ്ങനെ ചേച്ചി? ലച്ചു എന്നാ നീ വാ. അയ്യോ, ഞാൻ മടുത്ത്. സത്യം പറയാൻ എന്നെ കൊണ്ട് വയ്യ, അതുകൊണ്ടാണ്. ശ്രീ, കേശു അവിടെ വാടാ, നമുക്ക് പോവാം. എനിക്ക് വയ്യ നാണം കിടാൻ വേണ്ടിട്ട്. വരണവര് വരട്ട്, അല്ലെങ്കിൽ അതുവഴി പോട്ട്. എന്തോന്ന് ശ്രീ പറയണ, മര്യാദക്ക് വാ. കേശു, ഇനി ആര് വന്നില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോവേ. ഇവിടെ എല്ലാരും പോയി തളർന്നിരിക്കുക. ശ്രീ എടാ വാടാ, പോയിട്ട് വരാം. നമുക്ക് ചേട്ടനെ അനുനയിപ്പിച്ച് കൊണ്ടുവന്നാലാ? ഞാൻ വന്നാൽ ശരിയാവില്ല, ഞാൻ ആദ്യമേ പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം, ആർക്കും തോന്നരുത്. അമ്മ മക്കൾ പറ, എന്താണ്? അച്ഛനാണ് പറഞ്ഞുകൂടാ, പക്ഷെ ഞാൻ പറയുന്ന ഐഡിയ ഇനി നടക്കത്തുള്ളൂ. ഒരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. എന്നാ പറ എന്താണെന്ന്. പറയണേ, കാര്യം തരുന്ന വെച്ചാ വളച്ചേട്ടാതെ. ആദ്യം അച്ഛൻ ഇരിക്കുന്ന സ്ഥലം നോക്കുക. അച്ഛൻ അറിയാതെ ഒളിച്ചിരുന്നിട്ട് ഒരു കല്ലെടുത്തെറിയുക. അച്ഛൻ വീഴുമ്പോൾ എടുത്തോണ്ട് പോരുക. പാറുവേ, നല്ല അടി വാങ്ങുവേ നീ. അമ്മായി അത്രയും ദേഷ്യത്തിൽ അച്ഛൻ ഇരിക്കുന്നത്. ശ്രീ, കേശു ഇവിടെ വാടാ, നമുക്ക് പോവാം. ഞാൻ വന്നാൽ ശരിയാവില്ലെന്ന് ആദ്യമേ പറഞ്ഞു. ചേച്ചി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. കേശു വാ. ശ്രീ വാ, നമുക്ക് പോവാം. പിന്നെ വാവാമ്മ ഇത്രയും കിടന്ന് വിളിക്കല്ലേ. നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ആ മുറി കാണും. മുങ്ങ് വാ. പോ. എനിക്ക് അറിഞ്ഞൂടെ, ഇത് നോക്കിയപ്പോ ആദ്യം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് വന്നു. ആമാറിനെ തുറിച്ചു നോക്കി. എന്നിട്ട് 2 അഭ്യാസം. ഇപ്പം വയസ്സായി. പണ്ടൊന്നും ഇങ്ങനെ അല്ല, വയറ് പോലെ നിൽക്കും. തിരിഞ്ഞു നോക്കിയാൽ പമാരെ കാണില്ല, മഷിയിട്ട് നോക്കിയാൽ കാണില്ല, മാഞ്ഞു പോയാൽ. നമ്മൾ കട്ട കളിപ്പാകുമ്പം നമ്മൾ സമയം കൊടുക്കരുത്. ക്യാരയും ഇടിച്ചോണം, അത് സ്ഥാനത്ത്, മർമ്മസ്ഥാനത്ത്. അത്രേ ഉള്ളൂ. അതിന് വയറ്റിൽ ഒറ്റ കിഴി. അപ്പത്തിലെ തുത്തുത്തര. അയ്യോ, എന്തെല്ലാം കഥകൾ കിടക്കുന്നു. നമ്മൾ പണ്ട് നെയ്യാറ്റിൻ ഉത്സവത്തിന് ആഴിയോടഴിയാണ്, ആഴിക്ക് പിരുത്തളയും. ഒരു കാലം വയസ്സായി, എന്നാലും കുഴപ്പമില്ല. വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കൈ നോക്കും. ഹലോ, എന്തോന്നാട്ടെ ഇത്? പാടി കിട്ടിയാനാ.
അതെൻ്റെ ഭാര്യ. മക്കളെ എപ്പം നീ ബാംഗ്ലൂർ വന്നു? അതെപ്പോഴും ആയിക്കോട്ടെ. ചേട്ടാ വീട്ടിൽ പറഞ്ഞില്ലേ? വീടാ? ആരെ വീട്? നമുക്കിതൊക്കെ തന്നെ വീട് അല്ലേ? അല്ലേന്ന് നിങ്ങൾ എന്തിനാണ് ചിരിക്കണം? എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നാ ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ പോയേ ഭാര്യമാരെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. അല്ല തറ ഉടയ്ക്കാനാ പാത്രം കഴുകാനോ എല്ലാം ചെയ്യാൻ നോക്ക് കേട്ടോ. സാധനമാൻ ചോദിച്ചിട്ടുണ്ട്, അടിച്ചിട്ട് പിടിച്ചോ. ഞാൻ അടിക്കില്ല. നാരായണ പിന്നെ അപ്പുകൂട്ടനാണ്, ഭയങ്കര ചങ്ക് പ്രോയാണ്, നല്ല വൈവാണ്. എന്നെ എപ്പോൾ കണ്ടാലും പഴയ അടിക്കാതെയാണ് പറയണം. അപ്പുകൂട്ടണം തീരാറായി അടിച്ചെടുക്ക്. കഥ പറഞ്ഞ് പറഞ്ഞ് ഈ പരുവായി. ചുമ്മാ മനുഷ്യനെ നാണം കെടുത്തിക്കാൻ വേണ്ടിയിട്ട്. ചേട്ടാ മര്യാദയ്ക്ക് വരാൻ നോക്കുക കേട്ടാ. എൻ്റെ മര്യാദയൊക്കെ പോയ ഗൗരി, നീ 1-2 കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. എവിടെയെങ്കിലൊക്കെ പോകണം. ആ ജോയ് മോനും ടീമും ഒന്നും നാട്ടിലേ ഇല്ല. അമ്മ രൂരും കൊണ്ട് ബാംഗ്ലൂർ ഓടിയെന്നാണ് പറയണത്. അല്ലേ അപ്പൊ ബാംഗ്ലൂർ വെച്ച് പിടിക്കണല്ലേ? അവിടെ നമ്മളെ പയലുണ്ട്, കട്ടക്ക് പയലുണ്ട് അവിടെ. ചേട്ടാ മര്യാദയ്ക്ക് വന്നില്ലെങ്കിലേ ബലം പ്രയോഗിക്കേണ്ടി വരുവേ. എൻ്റെ പൊന്ന് ഗൗരി, എന്നെപ്പറ്റി ഇങ്ങനെ പറയല്ലേ. എനിക്ക് പയലുണ്ട്, ചങ്ക് പയലാണ്. ബന്ധുവത്തൊന്നും നോക്കൂല. വീട് കയറി അവന്മാർ ഞരങ്ങും. ഉള്ള കാര്യം പറഞ്ഞ ഞങ്ങളും തീരെ മോശമൊന്നുമല്ല, ചേട്ടൻ അറിയാലോ. മോശമല്ല. പിന്നെ ഗൗരി, തിരുവനന്തപുരത്തെ അനന്തവും സജി എന്ന് പറഞ്ഞ 2 പയലുണ്ട്. അത് സജിയാണ് ഇങ്ങനെ കമ്പോലെ ഇരിക്കും. പക്ഷെ അവൻ്റെ ഒരു വാള് കിട്ടിക്കഴിഞ്ഞുണ്ടല്ലോ, അവൻ്റെ വാള് കാണൂല. ഒറ്റ വെട്ട് വാഴ, 4 മുറി വാഴ, അതാണ് അവൻ്റെ വെട്ട്. നീ വരുന്നുണ്ട് അപ്പം ഇതൊന്ന് ബാധ കയറിയതുപോലെ അങ്ങോട്ട് നിൽക്കുകയാണ്. ഏതെങ്കിലും പയ്യന്മാരെ കൂടെ എവിടെയെങ്കിലും പോവും, വല്ല ഡയലോഗും അടിക്കും, അവന്മാരെവിടെയെങ്കിലും വെട്ടി ചാരി വയ്ക്കും. നീ എന്തൊരു പറയണത്? മൊട്ട ബാല എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടാ. നീ പറഞ്ഞോണ്ടാ എവിടെ വരണ? കൈ പിടിച്ചിട്ട് പോടാ, കൈ പിടിവിച്ചിട്ട് പോടാ. ചേട്ടാ വീട് കേട്ടോ ഇത്തിരി. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞായിരുന്നാ? എവിടെ വരലെന്ന്? നീ എവിടെ വരലെന്ന്? ചേട്ടാ വീട് കേട്ടോ. പോടാ. ചേട്ടാ പറയണ ആള് കൈ വിട്. പോടാ. നീ ആഴത്തോടാ സംസാരിക്കണത്? എന്റെ കൈ ഓടിക്കാൻ വേണ്ടി നോക്കിയാണ്. എന്റെ മുമ്പ് സംസാരിക്കാൻ നീ ആയടാ. ഞാൻ പറഞ്ഞ ബാധ ഇളവ് ഇരിക്കുകയാണ്. എന്റെ ചേച്ചി വിധാൻ പോണം, അല്ല ഞാൻ തോന്നുന്നു പറയാൻ വേണ്ടിട്ട്. പോടാ മക്കളെ, ഭർത്താനെ വിളിച്ചോണ്ട് പോ, അതാണ് നിനക്ക് നല്ലത്. പോടാ. എക്സ്റേ എടുത്ത് നോക്കട്ടെ. എക്സ്റേ എടുത്ത് നോക്ക്, ഇപ്പൊ തന്നെ നോക്ക്. കൈ ഉലകണില്ല എനിക്ക്. അല്ല 10 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഒഴിഞ്ഞെങ്കിൽ ഇപ്പൊ നോക്കടാ. എന്താ രച്ച മാമ. ചേട്ടാ ചേട്ടൻ ഞാൻ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയല്ലേ കണ്ടത്. ഞാൻ വിളിച്ച ചേട്ടൻ വരുമെന്ന് ഞാൻ വിചാരിച്ച്. മക്കളെ, ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സൊന്നും അലിയാൻ പോണില്ല. എനിക്ക് കുടുംബമോ ബന്ധുക്കളോ ആരുമില്ല. ഞാൻ ഉള്ള കാര്യം നേരത്തെ പറയല്ലേ. എൻ്റെ മക്കള് ഭർത്താവിൻ്റെ പോ ചെല്ല്. അജു, അമ്മ വിളിച്ചോണ്ട് പോടാ. അച്ഛപ്പ വീട്ടിലോട്ട് വരാനില്ല. പോടാ, ചെല്ല് മക്കളെ, ചെല്ല്. പറഞ്ഞ പോ പോ. അവന് വല്ല കുഴമ്പോലെ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് പിടിച്ചേ. വരണ ആളിയാ ഗിരി, വാടാ. നമ്മളെ വയ്യേ മജു ഗിരി. വരണ എന്താടാ ഇതിന്റെ കഷത്തെ കട്ടാസിക്കണ? നീ കാട്ടിക്കറി ചന്ദനം വരെ പറ്റിയാ? അണ്ണാ യൂണിയൻകാരന്മാരുടെ എല്ലാവരുടെയും സംസാരിച്ച് അവന്മാർ കട്ട മുട, ഒരു രക്ഷയില്ല. അണ്ണൻ പറഞ്ഞില്ലെങ്കിൽ അവിടെ ഒരു പരിപാടി നടക്കാൻ പോകുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അണ്ണൻ വന്നേ പറ്റുള്ളൂ. നമ്മളെ ടീമുകളെല്ലാം അവിടെ വെയിറ്റിങ്ങിലാണ്. എന്ത് ചെയ്യണം? മച്ചു, ഞാൻ സംസാരിക്കാം. പക്ഷേ ഞാൻ സംസാരിക്കുമ്പോൾ നീ ഇടയ്ക്കായിട്ട് സംസാരിക്കരുത്. പിന്നെ ടൂൾസ് എടുത്തോണം കേട്ടാ. അണ്ണൻ മിണ്ടുമ്പോൾ അവിടെ ആരും മിണ്ടായി. അത്രേ ഉള്ളൂ. പോയില്ലടേ മച്ചമ്പേ, നമ്മൾ അലർട്ടായിരിക്കണം. അണ്ണൻ എന്തൊരു വശപ്പശകായിട്ടൊക്കെ നിൽക്കുന്നത്. ഇടേ നമ്മളെ അതൊന്നുമില്ലടേ, നമുക്ക് പിന്നെ എപ്പോഴും ടെൻഷനാണല്ലോ. എന്നാ പിന്നെ വേണ്ട പോവാം. എല്ലാവരും അവിടെ കാത്ത് നിൽക്കുകയാണ്. ആണോ? ഓ ഓടറേ. ടൂൾസ് എടുത്തല്ലേ? എല്ലാം ഇത് വേണോ? ഇത് വേണോ? ഇത് വേണ്ടല്ലോ. അന്ന് വേണ്ട, എല്ലാ സ്റ്റോക്ക് നമ്മളതിൽ. വീട്ടിൽ പോടാ. എൻ്റെ അമ്മൂമ്മ ഒന്ന് വെക്കിവിടെ മനുഷ്യന് 100 കൂട്ടം പണിയുണ്ട്. അമ്മ ഓഫീസിൽ പോയി. എന്താ? പിന്നെ അവിടെ ഇരുന്നോണ്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണല്ലോ. മനുഷ്യനിവിടെ കിടന്ന് അനുഭവിക്കുന്നത് നമുക്ക് അറിയത്തുള്ളൂ. അമ്മൂമ്മയ്ക്ക് അവിടെ പണിയൊന്നുമില്ലേ? ഞാൻ ചൂടാവണതല്ല, അവിടുത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയി പോണതാ. ഞാൻ വെക്കുവരും, പിന്നെ ഇങ്ങനെ വിളിക്കാം. ശരി. അയ്യോ അമ്മൂമ്മയാ? എന്ത്? ഞാൻ 2-3 ദിവസം നിന്നപ്പോ മനസ്സിലായി.
എന്തു മനസ്സിലായിന്ന്? അവിടുന്ന് ഒന്ന് അനങ്ങാൻ പോലും പറ്റത്തില്ല. അത് പാറുക്കുട്ടി കുഞ്ഞായതും കൊണ്ട് അമ്മൂമ്മ പേടിച്ചിട്ടല്ല, സാരല്ല പോട്ടെ. ആ പോയ ആൾക്കാരെത്തിയാ? എന്തായി പോയിട്ട്? അമ്മായിക്ക് തൃപ്തിയായി. വയറ് നിറഞ്ഞോ? സന്തോഷായില്ലേ? എൻ്റെ പൊന്ന് ചേച്ചി അവിടെ ചെന്ന് കൈ പിടിച്ച് വലിച്ച് ഭയങ്കര പിടിയും വലിയൊക്കെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. അച്ഛന്റെ സ്വഭാവം മാറുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ വരാഞ്ഞേ. അതിനിടെ ചേട്ടൻ വല്ലാതെ അങ്ങ് മാറിപ്പോയി. ഇതൊക്കെ എന്ത്? ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഗൗരി, ഓ നമുക്ക് പടവലത്ത് പോവാം. നീ ഇവിടെ ഇങ്ങനെ ശരിയല്ല. സ്ത്രീയുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. എങ്ങനെ നൈസായിട്ട് ഇവിടുന്ന് മുങ്ങാനുള്ള പരിപാടിയാണല്ലേ? കേശുവ കേട്ടാ പറഞ്ഞത്? കേട്ട് മാമോയി അങ്ങനെ എങ്ങനെയൊന്നും ഇവിടുന്ന് മുങ്ങാൻ പറ്റൂല. അഥവാ നിങ്ങൾ മുങ്ങുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ട് വരും. ഞാൻ എപ്പോൾ ഇറങ്ങിന്ന് വെച്ചാൽ മതി. എന്തൊരു ഏടാകൂടാണെന്ന് ആലോചിച്ച് നോക്ക്. ആകെ പെട്ടതുപോലെ ആയി. ഗൾഫിൽ നിങ്ങൾ വരെയും ചെയ്തു. ഞാൻ കാണിച്ചാണ് ഏറ്റവും വലിയ അബദ്ധം. കുട്ടുമാമന്റെ കൂടെ ഇറങ്ങി വന്നതാണ് അബദ്ധം. ഛേ അങ്ങനെയൊന്നും അല്ലടേ. ഓ നീ അത് തന്നെ ഉദ്ദേശിച്ചേ? ഇപ്പൊ പറയും ഹോസ്പിറ്റലിലെ ജോലി കളഞ്ഞു. ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങ് ഗൾഫിൽ തന്നെ നിന്നാ പോരായിരുന്നാ? ഇങ്ങനെ ഇങ്ങോട്ട് കേട്ടും പറിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ. എന്നെ ഇപ്പൊ നൈസിന് അങ്ങ് പറഞ്ഞു വിടണം, അതാണ് സ്ത്രീയുടെ ആവശ്യം. എന്തിനുണ്ടല്ലോ തർക്കുത്തരം? അതുകൊണ്ട് തർക്കുത്തരം എന്താണ്? അതാണ് എന്റെ കോൺഫിഡൻസ്. കോൺഫിഡൻസ്? ഞങ്ങൾ ഇവിടെ കോൺഫിഡൻസ് അഹങ്കാരത്തിന് കോൺഫിഡൻസ് ഒന്നും പറയാറില്ല. ആരാണ് അഹങ്കാരം കാണിക്കണത് നമുക്ക് മനസ്സിലാവണം. ആരാണ് അഹങ്കാരം കാണിക്കണത്? ഉള്ള ജോലിയും കളഞ്ഞിട്ട് ഇവിടെ വന്ന് അളിയന്റെ പുറകെ നടക്കണം. അളിയന്റെ പുറകെ നടക്കും. നടക്കാത്തൊക്കെ എന്റെ ഇഷ്ടമാണ്. അത് തന്നെ. അതിനുള്ള ഈ കിടന്ന് അനുഭവിക്കണമുണ്ട്. എവിടെ നിന്ന് അനുഭവിക്കണുണ്ട്? ഇയാൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഇത് ഞാൻ തരണാണ് ഇത്രയും ഫ്രീഡം. അതുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ കാണിക്കുന്നത്. നീ എവിടെ ചാടിക്കൊണ്ട് ഞാൻ തന്നെ തരണത്. നീ കാണിച്ചത് കയ്യിൽ കയറി പിടിക്കുന്നു. അയ്യോ ഞാൻ പോണ്. കൈ പിടിച്ച് വളക്കുന്നുണ്ട് അവള്. ഇവിടെ ആർക്കും പിടിച്ചു മാറ്റാനുള്ള സമയമൊന്നുമില്ല. ഒന്നാമതേ പഞ്ചറായിട്ടിരിക്കുകയാണ്. ഞാൻ പോണു. ഇവിടെ ഉള്ള പ്രശ്നം പോരായിട്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി വിളിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്. കേശു പറഞ്ഞ പോലെ പിടിച്ചു മാറ്റാൻ ഇവിടെ ആരുമില്ല. കൈ അനക്കാന്ന് ഈ അങ്ങേരി പിടിച്ച് വളച്ചോടിച്ചത്. കയ്യിരിപ്പല്ലേ? കൈയിരിപ്പാ? എവിടെ ഇരിക്കുന്നു കൈയിരിപ്പ്? ഇപ്പൊ വെറുതെ വിട്ടേക്കും. വെറുതെ വിട്ടേക്കും. ഞാൻ പിടിച്ച് കരുതാട്ടല്ലോ. ഉള്ളി അരിയാണ് നീ ഉള്ളിയല്ലേ പോ. നമുക്കുള്ള കേശു എടാ നീ വാ. ഞാൻ അച്ഛനെ ഈ കോറിയുടെ അടുത്തുള്ള മൈതാനത്ത് ഇരിക്കണടാ. മക്കളിച്ച് വാ. ഓ ആടാ. എന്താടാ എന്താന്ന് അറിഞ്ഞാലേ വരുവോളാടാ നീ, അല്ലാതെ വരൂലേ? എടാ എൻ്റെ മൊബൈലിൽ ചാർജ് തീർന്നിടേ. നീ ഒന്ന് ടോപ്പപ്പ് ചെയ്യ്. ഓ ചെയ്യാലോ. അല്ല അത്രേ ഉള്ളല്ലേ? എനിക്ക് ഒരുപാട് വിളിക്കാനുള്ളതല്ലേ. അപ്പൊ പിന്നെ നോക്കാം. നോക്കണം. അച്ഛൻ ഇത്രയും പറയാനാണ് എന്നെ ഇവിടെ വിളിച്ചിരുത്തിയേ. പിന്നെ എത്ര പറയണം? ഇത് ഫോൺ വിളിച്ചപ്പോ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ അവിടെ ഒന്നും ചെയ്യൂലായിരുന്നോ? ഒന്ന് കാണാല്ലേ. പിന്നെ ചെല്ലടേ. ഓ ഇതേന്നില്ലേ കയ്യിൽ പൈസ ഇരിക്കണം. എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ആ ചീന് മേടിച്ചു. എന്തുപറ്റി? അല്ല അച്ഛനെ വിളി. ഓ ചേച്ചി നമ്മുടെ ഈ പഴയ ക്രഷറില്ലേ, ഓ അങ്ങോട്ട് വന്നേ. എൻ്റെ സൈഡിലുള്ള ഗ്രൗണ്ടിലോട്ട് വാ. ഇവിടെ അച്ഛൻ വിളി. വരുവപ്പോ? ഓ വരട്ടെ. രാവിലെ എന്തിനു കഴിച്ച്? രാവിലെ ദോശ, ചമ്മന്തി, സാമ്പാർ. പിന്നെ നമ്മുടെ ഈ ഉഴുന്നിൻ്റെ പൊടിയില്ലേ ഇരിപ്പുണ്ടായിരുന്നു, എണ്ണ കൂട്ടി അടിച്ച്. ഓംപ്ലേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തേന് ഇന്നലത്തെ മേടിച്ച കണവ ഇരിപ്പുണ്ടായിരുന്നു. അത് അമ്മ റോസ്റ്റ് ചെയ്ത്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാ? തേങ്ങക്കൊത്തുണ്ടായിരുന്നു. തേങ്ങക്കൊത്തിട്ട് തേങ്ങക്കൊത്ത് സെപ്പറേറ്റ് വറുത്തം കണ്ടിട്ടെന്ന് പറഞ്ഞു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പുളിശ്ശേരി ഉണ്ടായിരുന്നു. പുളിശ്ശേരി ഉണ്ടായിരുന്നു? ഓ പൈനാപ്പിളാ? അല്ല മാങ്ങ, നല്ല പഴുത്ത മാങ്ങ പുളിശ്ശേരി. പടലത്ത് കൊണ്ടുവന്ന്. എന്താ വിളിച്ചേ? അച്ഛനെന്തോ പറയണ്ടോ? എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നു അച്ഛാ. വെറുതെ മനുഷ്യൻ അവിടെ നിന്ന് ഇവിടെ വരെ നടത്തി വെച്ച് വെറുതെ ഇവിടെ നിന്നും മനുഷ്യൻ നാണം കെടുത്തത്. ഇങ്ങനെ ജീവിക്കുന്നവരുടെ മക്കൾ കുറച്ച് നാണമൊക്കെ കെടും. മക്കളെ പൈസ കഴിക്കണ. പൈസയാ? എത്ര? 1000-2000 ഇടും. സിദ്ധു ഈ മാസം പൈസ തന്നിട്ടില്ല. ഒരു 10-200 ആയിരുന്നെങ്കിൽ എന്റെ ബാഗ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ 1000 ഉണ്ടോ? അത് ഓട്ടോക്കാരന് കൊടുക്കാൻ 10-200 രൂപ ചേഞ്ച് ഉണ്ടോന്ന് വെച്ചപ്പോൾ ഞാൻ അടുത്ത് കൊടുത്ത് അമ്മയ്ക്ക്. സാരല്ല, നമ്മളെ പയ്യന്മാർ വിളിച്ചാൽ കിട്ടും. പക്ഷേ അവന്മാർ ഇത്തിരി ടൈറ്റാണ്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തോളാം. അച്ഛൻ എന്തെങ്കിലും കഴിച്ചാ? ഞാൻ ഒരു
അങ്ങനെ കഴിച്ചൊന്നുമില്ല. ഏ? കഴിച്ചില്ല. അല്ല ഞാൻ വേണമെങ്കിൽ ചോറും കറിയും വേണമെങ്കിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന് തരാം. അച്ഛാ നല്ല ചൂട് ചോറ്, മാമ്പഴ പുളിശ്ശേരി, അതുപോലെ തന്നെ കൂന്തേല്, ഇഞ്ചിക്കറി ഉണ്ട്, ഒക്കെ കൂടെ വാഴയിലയിൽ പൊതിഞ്ഞ്. ഓ അത് ശരിയല്ല. നമ്മൾ വീട്ടിൽ നിന്ന് പിണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതേ രീതി തന്നെ നിൽക്കണം. അവിടെ നിന്ന് ആഹാരവും കഴിക്കാനും പാടില്ല, വീടിനകത്ത് കയറാനും പാടില്ല. അങ്ങനെയാണ് അതിൻ്റെ രീതി. ഇവിടെ വന്ന് നിൽക്കണം. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ തോന്നി ചേട്ടനെ കാണാൻ വന്നായിരിക്കും. കുറച്ച് ടൈറ്റായി. പിന്നെ ഭക്ഷണത്തിൽ നിന്ന് പൈസയും കിട്ടിയില്ല. ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നത് ശരിയായ കാര്യമല്ല. പിന്നെ വേറെ എല്ലാവർക്കും ഇടയില്ലേ ഞാൻ ഒരു വേറെ രീതിയിലുള്ള ആളാണല്ലോ. വേറെ രീതിയാ? മെയിൻ കിടിലം. അതുകൊണ്ട് വിശക്കടൊന്നും പറയാനും പറ്റില്ല. കുഴപ്പമില്ല, ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാം. വീട്ടിൽ നിന്ന് എന്തായാലും ഭക്ഷണം കിട്ടൂല. അതല്ല അമ്പലത്തിൽ അങ്ങനെ പോയി നോക്കിയാലേ അവിടെ അന്നദാനം എല്ലാം കാണും. ഞാനൊന്ന് ചുറ്റിട്ട് വരാടാ. ചോ ക്ലാസ് വെച്ച് എന്തിനെന്ന് മനസ്സിലായി. പാവം നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ. അവിടെ എന്താണ് ഒരു സൗണ്ട്? അണ്ണാ അത് പാറമടയിൽ വെള്ളം അടിക്കണം, മോട്ടർ. അത് ശരി. ഓ കഴുത്തൊക്കെ ഉണ്ടല്ലേ. അണ്ണാ നമുക്കൊന്ന് ജിമ്മിൽ പോയാലോ അണ്ണാ? പണ്ടൊക്കെ ഒരുപാട് ജിമ്മിൽ പോയടേ. എത്ര കളരി ചെയ്തെന്നറിയാം. എവിടെയൊക്കെ പോയി ഏതൊക്കെ ആശാന്റെ മുമ്പ് ശിക്ഷപ്പെട്ടെന്നറിയാം. ഇപ്പം അയ്യ എവിടെ ഇവിടെ വേന അത് ഇവിടെ ഇവിടെ ഒരു നിനക്ക് നല്ല പിടിക്കാൻ വശമൊക്കെ ഉണ്ടല്ലേ. ഓ ഞാൻ പിന്നെ കുറച്ച് നാളൊക്കെ ഈ പരിപാടിയൊക്കെ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ മറമോണേ കയറി കയറി കൊണ്ടുപോകലേ കേട്ടോ. അവിടെ ഇരിക്കും. ചെറുതായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. നീ നമ്മളെ ചെറുക്കണ്ടല്ലേ, നമ്മളെ ജോയ് മോൻ, അവന്റെ കൂടെ നീ കുറച്ച് ഉണ്ടായിരുന്നില്ല? അണ്ണാ അവൻ കള്ളായി. ഇപ്പഴേ മനസ്സിലായില്ലേ? ഓ അവൻ മുങ്ങി. അവൻ മുങ്ങിയ അവനെ പൊക്കണോടാ. അവന്റെ ചെറുക്കനെ അല്ല അവനാണ് തീർത്ത് അറിഞ്ഞൂടാ. പക്ഷേ അവനാണെങ്കിൽ അവനെ ഞാൻ പൊക്കി ഷെഡിൽ കയറ്റി ഒരു വെള്ള ഇടിയിടി. ആണോ? സെറ്റ് ചെയ്യണം. ആ മുങ്ങിയിരിക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് നല്ലോണം അറിയാം. ആണാ? ഓ ഞാൻ അവിടെ പോയി പൊക്കൂടാ. അണ്ണാന്റെ മോള് എന്റെ പൊന്നുമക്കള് വാ, വാടി വാ, അതിന്റെ ചക്കര വാ. എന്ത് നോക്കണത്? വലിയ കുഴപ്പം തന്നെ അല്ലേ? എൻ്റെ പൊന്നു മക്കളെ, ഇത് കാട് ഏല്ലേ? ഇത് കാണുന്നത് ചെടിയൊക്കെ കാടും പടപ്പൊക്കെ പറന്ന് കിടക്കണ്. മക്കൾ വന്നാലേ ഊർന്ന് കയറി കടിക്കൂലേ? അതോടെ വീഴുമല്ലോ. അയ്യ മോളെ അങ്ങനൊന്നും പറഞ്ഞൂടാ. നിങ്ങളാരാ? എന്തിനാ അച്ഛനോട് ഇരിക്കുന്നത്? ചുമ്മാ. നിങ്ങളെന്താ ജോലി? പ്രത്യേകിച്ചൊന്നുമില്ല. വല്ല പഠിക്കും പോയിക്കൂടെ? നല്ല പൊക്കവും തടിയും ഉണ്ടല്ലോ. വിട്ടോ. മോള് ഭയങ്കര ദേശക്കാരിയാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, വിട്ടോ, നമുക്ക് കാണാം. ഒന്നിന്നേ മേലെ ഈ ഏരിയ കണ്ടു കഴിഞ്ഞു. അച്ഛൻ വരുന്നില്ലേ? ഇല്ല. അച്ഛൻ വരുന്നില്ലേന്ന്? ഇല്ലെന്ന്. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ അച്ഛൻ്റെ മോളെ തന്നെ, എനിക്കുണ്ട് വാശി. വാശി കാണിച്ചോ? എനിക്കെന്ത്? ഞാൻ ഇനി വീട്ടിൽ പോവില്ല, റോഡിലോട്ട് പോവും. റോഡിലോട്ട് പോവോ? വീട്ടിൽ പോച്ചാ ഞാൻ പോവില്ല. ഞാൻ പോകത്തില്ലെന്ന്. പിന്നെ മക്കളല്ലേ, പൊന്നുമക്കളല്ലേ, വീട്ടിൽ പോ. ഞാൻ നടന്നു പോകുമ്പോ ആരെങ്കിലും പിടിച്ചോണ്ട് അച്ഛൻ എന്ത് ചെയ്യും? മക്കളെ അങ്ങനൊന്നും പറയരുത് കേട്ടാ, അച്ഛന് വിഷമാവൂലേ? ഒയ്യോ, അച്ഛൻ എന്നെ ഇഷ്ടമല്ല, ആരും ഇഷ്ടമല്ല. അച്ഛൻ സ്നേഹം കാണിക്കുന്നതൊക്കെ ചുമ്മാതാ. മക്കളെ വാ. വരൂല. വാ. എനിക്ക് അച്ഛനെ വേണ്ട, ഞാൻ പോവാ. എന്റെ ഇങ്ങോട്ട് വാ, എന്റെ പൊന്നു മക്കളല്ലേ, ഇനി വാ. അച്ഛൻ ഇപ്പൊ എന്ത് ചെയ്യണം? അച്ഛൻ ഇപ്പൊ എന്ത് ചെയ്യണം? വരണോ? വീട്ടിൽ വരണോ? വീട്ടിൽ വന്നില്ലെങ്കിൽ മക്കൾക്ക് വിഷമാവോ? ആവോ? നിങ്ങൾ കരയോ? അച്ഛന് ഇഷ്ടമാണോ? കരയല്ലേ? വാ പോവാം. അച്ഛൻ വരാം. മക്കളെ പറഞ്ഞ അച്ഛൻ വരായിരിക്കുമോ? വാ. എല്ലാരും വാ. കേശവ, ലജ്ജേച്ചി, ഗുഡ്ഡുമ്മ, അമ്മായി, ഇതരേ എല്ലാരും
വന്ന് മൊട്ടവാരിനെ കാണും. നീ പൊക്കെടുത്തോണ്ടിങ് വന്നാടി. ഇനില്ലാണ്ട് ഞാൻ ഒരു 5-6 ഡയലോഗും പിന്നെ ഒരു കള്ളക്കഴിച്ചിലും ബാലേന്ദ്രൻ തമ്മിൽ. എനിക്ക് എന്റെ അച്ഛനെ അറിഞ്ഞൂടെ? അലഞ്ഞിരിഞ്ഞ് നടന്നാണ് അവിടെ എവിടെയൊക്കെ ആയിട്ട്. കുറച്ച് നേരം വെളിച്ചെണ്ണയൊക്കെ തേച്ച് അവിടെ എവിടെയെങ്കിലും നിർത്ത്. എന്നിട്ട് ചൂടുവെള്ളത്തിൽ കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ തേച്ച് കുളിക്കാൻ പറ. ഡേയ്, കൊച്ചു വിളിച്ച് ഞാൻ വന്നു. കുത്തുവാക്കുകൾക്ക് സ്ഥാനമില്ല. വളഞ്ഞിട്ട് കുത്തരുത്. എന്തായാലും വല്ലാത്തൊരു കളിയായി പോയി ചേട്ടാ. ഗൗരി, അച്ഛാ കുറച്ച് കഴിയുമ്പോ അമ്മയെത്തും. വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കരുത്. ബാംഗ്ലൂര് പോയില്ലല്ലേ, യാത്ര മുടങ്ങിയല്ലേ. എന്തരച്ചാ പ്രശ്നമൊക്കെ കഴിഞ്ഞില്ലേ? ചീള് കേസ് വിട്ടേക്ക്. ടീമൊക്കെ ഒരുവിധം സെറ്റായി വന്നതാണ്. അപ്പം എല്ലാം പോയി. ഒന്ന് മിണ്ടായിരികളെ, ജീവിച്ചോട്ട്. സാധാരണ ഇങ്ങനല്ല, ഒരു ഇറക്കം ഇറങ്ങിയാൽ ഞാൻ അവരൊന്ന് കലക്കിയിട്ട് അകത്ത് കയറും. ഇതെല്ലാം കൂടെ നിർബന്ധിച്ച് എന്നെ അകത്ത് കൊണ്ട് കയറ്റിയില്ലേ. ഒന്ന് വിലസി നടന്ന് പണിയെടുക്കാതെ ജീവിക്കാന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ അമ്മ സമ്മതിക്കണില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.